വചനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായി എന്നെ വളരെ സന്തോഷിപ്പിക്കുന്ന ഒരു പഴയ ഗാനം, അതിൻ്റെ 2 ചരണങ്ങൾ പാടുവാൻ ആഗ്രഹിക്കുന്നു. നമുക്കെല്ലാം അറിയാവുന്ന ഗാനമാണ്. ദൈവഭക്തൻ PV തോമി എഴുതിയ പാട്ട്, പാടും ഞാൻ യേശുവിന്. പാടും ഞാൻ യേശുവിന് ജീവൻ പോളം നന്ദിയോടെ, ജീവൻ പോളം നന്ദിയോടെ പാടും ഞാനൻ അകതാരിൽ അനുദിനം വാഴും ശ്രീയേശുവിന്. പാടും ഞാനൻ അകതാരിൽ അനുദിനം വാഴും ശ്രീയേശുവിന്. ഒരു കേടും കൂടാതെ എന്നെ പാലിക്കും നാഥനെ പാടി സ്തുതിക്കുമെന്നും. ഒരു കേടും കൂടാതെ എന്നെ പാലിക്കും നാഥനെ പാടി സ്തുതിക്കുമെന്നും. പാടും ഞാനേശുവിന് ജീവൻ പോളം നന്ദിയോടെ, ജീവൻ പോളം നന്ദിയോടെ. അതിൻ്റെ എല്ലാ ചരണങ്ങളും പാടുവാൻ ആഗ്രഹമുണ്ടെങ്കിലും സമയം നമ്മുടെ മുമ്പിൽ ഇല്ലല്ലോ. അതിൻ്റെ ഓരോ ചരണങ്ങൾ നാം ധ്യാനിച്ച് പാടിയാൽ നമ്മൾ ഇന്ന് ഇവിടെ അനങ്ങാതെ ഇരിക്കുകയില്ല. നമ്മുടെ ഹൃദയം നിറഞ്ഞ് നമ്മൾ ദൈവത്തെ അധികമായി സ്തുതിക്കും. പാട്ടുകാരൻ പറയുന്നത്, കാട്ടൊലിവിൻ ശാഖയായിരുന്ന എന്നെ അവൻ അധികം ഫലം കായ്പാൻ വേണ്ടി ആ നല്ല ഒലിവിനോട് വെട്ടി ചേർത്തു. അതുപോലെ ഇസ്രായേൽ പൗരത്വത്തോട് യാതൊരു അടുപ്പവുമില്ലാതിരുന്ന നമ്മളെ, അന്ധതയിൽ കിടന്ന നമ്മളെ അവൻ വിളിച്ച് അവരെ തള്ളി നമ്മളെ ചേർത്ത ആ ദൈവകൃപയെ ഓർത്ത് ഇന്ന് പകൽക്കാലം നമുക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. അല്പനേരത്തെ ചിന്തയ്ക്കായി നമുക്ക് 1 ശമൂവേൽ 28-ാം അധ്യായം അതിൻ്റെ 15-16 വാക്യം, അതിനോട് ചേർന്ന് ഐശയ്യാവ് 63:10, 1 Samuel chapter 28, 15, 16 and Isaiah 63:10. ശമൂവേൽ ശൗലിനോട്, നീ എന്നെ വിളിച്ചതിനാൽ എൻ്റെ സ്വസ്ഥതയ്ക്ക് ഭംഗം വരുത്തിയത് എന്ത് എന്ന് ചോദിച്ചു. അതിന് ശൗൽ, ഞാൻ മഹാകഷ്ടത്തിലായിരിക്കുന്നു, ഫെലിസ്ത്യർ എന്നോട് യുദ്ധം ചെയ്യുന്നു, ദൈവം എന്നെ വിട്ടുമാറിയിരിക്കുന്നു, പ്രവാചകന്മാരെ കൊണ്ടാകട്ടെ സ്വപ്നം കൊണ്ടാകട്ടെ എന്നോട് ഉത്തരം അരുളുന്നില്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് പറഞ്ഞു തരേണ്ടതിന് ഞാൻ നിന്നെ വിളിപ്പിച്ചു എന്ന് ഉത്തരം പറഞ്ഞു. അതിന് ശമൂവേൽ പറഞ്ഞത്, ദൈവം നിന്നെ വിട്ടുമാറി നിനക്ക് ശത്രുവായി തീർന്നിരിക്കെ നീ എന്തിനെന്നോട് ചോദിക്കുന്നു? യഹോവ എന്നെക്കൊണ്ട് പറയിച്ചതുപോലെ അവൻ നിന്നോട് ചെയ്തിരിക്കുന്നു. രാജ്യത്വം യഹോവ നിന്റെ കയ്യിൽ നിന്ന് പറിച്ചെടുത്ത് നിന്റെ കൂട്ടുകാരനായ ദാവീദിന് കൊടുത്തിരിക്കുന്നു. എന്നാൽ അവർ മത്സരിച്ച് അവൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു, അതുകൊണ്ട് അവൻ അവർക്ക് ശത്രുവായി തീർന്നു, താൻ തന്നെ അവരോട് യുദ്ധം ചെയ്തു. അവന് അവർക്ക് ശത്രുവായി തീർന്നു. ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം, when God becomes an enemy, ദൈവം നമ്മുടെ ശത്രുവായി മാറുമ്പോൾ. ഒരുപക്ഷെ അതങ്ങനെ സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടാവും. ഒരു കാലത്ത് നാം ദൈവത്തോടെ ശത്രുത്വം ആയിരുന്നു, ദൈവത്തെ അറിയാതിരുന്ന സമയത്ത്. എന്നാൽ കർത്താവിൻ്റെ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്ത് നമ്മളെ ദൈവത്തിൻ്റെ സ്വന്തം ജനമാക്കി തീർത്ത് കഴിഞ്ഞ് പിന്നെ ദൈവം നമ്മുടെ പിതാവും നല്ല സഖിയും ആണെങ്കിലും ദൈവവചനം പറയുന്നു, it is possible that God can become our enemy. ദൈവം നമ്മുടെ ശത്രുവായി മാറുവാനുള്ള സാധ്യതകൾ ഉണ്ട്. ഇവിടെ നാം വായിച്ചത് ശൗലിൻ്റെ വിഷയം നാം നോക്കുമ്പോൾ
ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ശക്തനായ ഒരു രാജാവ്, എല്ലാം കൊണ്ടും യോഗ്യൻ. എന്നാൽ 40 വർഷക്കാലം ഇസ്രായേലിനെ ഭരിച്ചുവെങ്കിലും 2 വർഷം മാത്രമേ ശരിക്കും ഒരു നല്ല രാജാവായി ഭരിക്കുവാൻ സാധിച്ചുള്ളൂ. 38 വർഷക്കാലം ഒരു ഭ്രാന്തനെ പോലെ താൻ ആയിരുന്നു. അവസാനം നാം കാണുന്നത് ശൗൽ ഒരു പ്രതിസന്ധിയിലായപ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്നു. ദൈവം സംസാരിക്കുന്നില്ല. പ്രവാചകൻ ശമൂവേലും മരിച്ചു, പ്രവാചകന്മാരും ആരുമില്ല. അന്നേരം ഒരു വെളിച്ചപ്പാടത്തിയെ കണ്ടെത്തി താൻ പോകുന്ന ആ ഒരു വിഷയമാണ് നാം ഇവിടെ കാണുന്നത്. അവിടെ ശമൂവേൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ശമൂവേൽ പറയുന്നത്, ദൈവം നിൻ്റെ ശത്രുവായിരിക്കുന്നു. അതിൻ്റെ കാരണം എന്ത്? ഒരൊറ്റ ദിവസം കൊണ്ട് ദൈവം ശത്രുവായതല്ല. അനേക സമയം ശമൂവേലിൽ കൂടെ ദൈവാത്മാവ് സംസാരിച്ചു. പല കാര്യങ്ങൾ ശൗൽ തെറ്റ് ചെയ്തു. എന്നാൽ അവിടെ ഒന്നും ഒരു അനുതാപത്തിൻ്റെ ഹൃദയം ഉണ്ടാകുവാൻ ഇടയാകാതെ വണ്ണം ശൗലിൻ്റെ ഹൃദയം കഠിനപ്പെട്ടുകൊണ്ട് തന്നെ ഇരുന്നു. ദൈവം പല സന്ദർഭങ്ങൾ കൊടുത്തു. എന്നാൽ ശൗല് ദൈവത്തെ അടുക്കുവാൻ കഴിയാതെ വണ്ണം ദൈവത്തിൽ നിന്ന് മാറിപ്പോകുന്ന ഒരവസരം നാം കാണുകയാണ്. അതുപോലെ വിലാപഗീതങ്ങൾ, ലാമെന്റേഷൻസ് 2:4, അവിടെ നാം ആരെങ്കിലും ഒന്ന് പെട്ടെന്ന് എടുത്ത് വായിച്ചാട്ട്. ശത്രു എന്ന പോലെ അവൻ വില്ലു കുലച്ചു, വൈരി എന്ന പോലെ അവൻ വലങ്കൈ ഓങ്ങി, കണ്ണിന് കൗതുകമുള്ളത് ഒക്കെയും നശിപ്പിച്ചു കളഞ്ഞു. സിയോൻ പുത്രിയുടെ കൂടാരത്തിൽ തൻ്റെ ക്രോധം തീ പോലെ ചൊരിഞ്ഞു. ഇത് നാം അറിയാം. നമുക്ക് ദൈവം ശലോമോൻ്റെ രാജ്യം കഴിഞ്ഞ് ദൈവം ഇസ്രായേൽ 2ആയിട്ട് വിഭാഗിക്കപ്പെട്ടു. യഹൂദായും ഇസ്രായേലും. ഒരു രാജ്യം 19 രാജാക്കന്മാർ ഭരിച്ചു, മറ്റേത് 20 രാജാക്കന്മാർ ഭരിച്ചു. മിക്കവേറും അവർ ദൈവത്തെ പ്രസാദിപ്പിച്ച് അല്ല അവരുടെ ഭരണം നടത്തിയത്. മോസ്റ്റ് ഓഫ് ദം ദേ ഡിഡ് ഈവിൾ ഇൻ ദ സൈറ്റ് ഓഫ് ഗോഡ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കോപം അവരുടെ മേൽ വന്നു. അവസാനം ദൈവം അവരെ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിക്കാൻ ചെയ്തത്. എക്സോഡസ് ചാപ്റ്റർ 23:20, പുറപ്പാട് 23:20, അവിടെ ദൈവം അവരോട് പറയുന്നത്, ഞാൻ എൻ്റെ ദൂതനെ നിങ്ങളുടെ മുൻപിൽ അയക്കും. 21 പറയുന്നത്, അവനെ നിങ്ങൾ ശ്രദ്ധിച്ച് അവൻ്റെ വാക്ക് കേൾക്കണം, അവനോട് വിഘടിക്കരുത്. പ്രൊവോക്ക് ഹിം നോട്ട്. But if thou shalt indeed obey his voice and do all that I speak, then I will be an enemy unto thine enemies. നിൻ്റെ ശത്രുക്കളോട് ഞാൻ ഒരു ശത്രുവായിരിക്കും. And an adversary unto thine adversaries. നിന്നോട് പ്രതികരിക്കുന്നവരോട് ഞാൻ അവരോട് ഒരു പ്രതിയോഗിയായി തീരും. എന്നാൽ ഇത് ദൈവത്തിൻ്റെ ഒരു പ്രോമിസ് അല്ല, വാഗ്ദത്തമായിരുന്നുവെങ്കിലും ഇസ്രായേൽ മക്കൾ അത് കേൾക്കാതെ അവർ ദൈവത്തോട് മത്സരിച്ചതുകൊണ്ട് അവസാനം നാം കാണുന്നത് ദൈവം അവരുടെ പ്രതിയോഗിയായി മാറി. ഹൗ ക്യാൻ ഗോഡ് ബിക്കം എൻ എനിമി? ലേവ്യ പുസ്തകം അതിൻ്റെ 26-ാമത്തെ അധ്യായം അത് നാം ഉടനീളം പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. God becomes an enemy when we willfully disobey his commandments and we walk away from his will. നമ്മൾ മനഃപൂർവ്വം ദൈവത്തെ അനുസരിക്കാതെ ദൈവത്തോടെ മത്സരിക്കുമ്പോൾ ദൈവം നമ്മുടെ ശത്രുവായി മാറും. And we see here, അത് ഒറ്റയടിക്കല്ല അത് സംഭവിക്കുന്നത്. It is happening in many steps. ലേവ്യ 26:14-17, അതിന് മുമ്പത്തെ ഭാഗങ്ങൾ അവർ ദൈവത്തെ അനുസരിച്ചാൽ അവർക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് 13 തൊട്ട് പിന്നെ
അവർ ദൈവത്തെ അനുസരിക്കാതിരുന്നാൽ എന്തൊക്കെ സംഭവിക്കും? ലെവിറ്റിക്കസ് 26:14-17. എന്നാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കാതെയും ഈ കൽപ്പനകളൊക്കെയും പ്രമാണിക്കാതെയും എൻ്റെ ചട്ടങ്ങൾ ധിക്കരിച്ച് നിങ്ങളുടെ ഉള്ളം എൻ്റെ വിധികളെ വെറുത്തു നിങ്ങൾ എൻ്റെ കൽപ്പനകളൊക്കെയും പ്രമാണിക്കാതെ എൻ്റെ നിയമം ലംഘിച്ചാൽ ഞാനും ഇങ്ങനെ നിങ്ങളോട് ചെയ്യും. 20-ാമത്തെ വാക്യം. I will break the നിങ്ങളുടെ ശക്തി വെറുതെ ക്ഷയിച്ചു പോകും. നിങ്ങളുടെ ദേശം വിളവ് തരാതെയും ദേശത്തിലെ വൃക്ഷം ഫലം കായ്ക്കാതെയും ഇരിക്കും. സോ നാം അവിടെ കാണുന്നത് ദൈവത്തിൻ്റെ ശിക്ഷ അവരുടെ മേൽ ഉണ്ടാകും. എന്നാൽ പിന്നെ നാം വായിക്കുന്നത് 21-22 വരെ, അത് സെക്കൻഡ് സ്റ്റെപ്പാണ്. നിങ്ങൾ എനിക്ക് വിരോധമായി നടന്ന് എൻ്റെ വാക്ക് കേൾക്കാതിരുന്നാൽ ഞാൻ നിങ്ങളുടെ പാപങ്ങൾക്ക് തക്കവണ്ണം 7 മടങ്ങ് പിന്നെ അവരുടെ മേൽ വരുത്തും. കഷ്ടങ്ങൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശിക്ഷ കൂടുന്നതായിട്ട് നാം അവിടെ കാണുന്നു. അതിൻ്റെ 3-ാമത്തെ സ്റ്റെപ്പ്, പിന്നെയും അവർ മറുതലിച്ച് മുമ്പോട്ട് പോയി കഴിയുമ്പോൾ നാം പിന്നെ കാണുന്നത്, ഞാൻ നിങ്ങളുടെ ഇടയിൽ കാട്ടുമൃഗങ്ങളെ അയക്കും, അവ നിങ്ങളെ അല്ല 23-ാമത്തെ വാക്യം. ഇവയാലും നിങ്ങൾക്ക് ബോധം വരാതെ നിങ്ങൾ എനിക്ക് വിരോധമായി നടന്നാൽ ഞാനും നിങ്ങൾക്ക് വിരോധമായി നടന്ന്. നാം ഇവിടെ കാണുന്നത് ഇവിടെ വെച്ചാണ് ദൈവം അവർക്ക് വിരോധമായി മാറുന്നത്. After 2 chances, when again they rebel against God, ദൈവം പറഞ്ഞ അനുസരിക്കാതെ പിന്നെയും അവർ മറുതലിച്ച് മുൻപോട്ട് പോയാൽ ദൈവം പറയുന്നത്, then I will walk contrary unto you. അത് കഴിഞ്ഞുള്ള ശിക്ഷകൾ നാം 25-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. നിങ്ങൾ വീട്ടിൽ ചെന്ന് അത് പഠിച്ചാൽ മതി, ഇപ്പം സമയമില്ലല്ലോ. അവസാനം 5-ാമത്തെ ലാസ്റ്റ് സ്റ്റെപ്പ് നാം അവിടെ കാണുന്നത് 27-33 വാക്യം വരെയാണ്. ഇതെല്ലാമായിട്ടും നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കാതെ എനിക്ക് വിരോധമായി നടന്നാൽ ഞാനും ക്രോധത്തോടെ നിങ്ങൾക്ക് വിരോധമായി. ഇപ്പം വിരോധമായി മാത്രമല്ല ദൈവം നടക്കുന്നത്, ക്രോധത്തോടെ വിരോധമായി നടക്കും. നിങ്ങളുടെ പാപങ്ങൾ നിമിത്തം നിങ്ങളെ 7 മടങ്ങ് ശിക്ഷിക്കും. പിന്നെയും 7 മടങ്ങ് കൂടെ ശിക്ഷിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഒരു സ്റ്റേജ്, ദിസ് ഈസ് എ വെരി ടെറിഫയിങ് സ്റ്റേജ്. ഭയാനകമായ ഒരു അവസ്ഥയാണ്. അതിൽ നാം പെടാതിരിക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ പല മുന്നറിയിപ്പുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. അത് ഇന്ന് പകൽക്കാലം അല്പമായിട്ട് നമുക്കൊന്ന് പെട്ടെന്ന് ചിന്തിക്കുവാൻ സാധിക്കട്ടെ. നാം ഇവിടെ കാണുന്നത്, ഈദ് വന്നപ്പോൾ അവരുടെ നാടും അവരുടെ ആടുമാടുകളും അവരുടെ കൃഷിയും സകലതും നഷ്ടപ്പെട്ട് അവസാനം അവർ അടിമകളായി തീരും എന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. അതുതന്നെ സംഭവിച്ചു. ആദ്യം അസീരിയൻ ക്യാപ്റ്റിവിറ്റിയിൽ അവർ പോയി, പിന്നെ ബാബിലോണിയൻ നെബൂഖദ്നേസറിൻ്റെ കാലത്ത് അവർ വന്ന് എല്ലാം അപഹരിച്ചുകൊണ്ട് പോയി. യെരൂശലേമിനെയും കത്തിച്ച് ദേവാലയത്തെ നശിപ്പിച്ചു. ടോട്ടൽ ഡിസ്ട്രക്ഷൻ. ഇഫ് വി ഗോ അവേ ഫ്രം ഗോഡ്, റിമെമ്പർ that we will not have God's mercy. ദൈവത്തിന് നാം അധികമായി അകന്നു പോയാൽ പിന്നെ അവിടെ ദൈവം നമ്മുടെ പക്ഷത്ത് ആയിരിക്കുകയില്ല. പലപ്പോഴും നാം പറയും, ഇഫ് ഗോഡ് ഈസ് ഫോർ us, who can be against us? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ നമ്മുടെ പ്രതികൂലമാര്. പക്ഷെ അതിൻ്റെ മറുവശം നാം ചിന്തിച്ചാൽ, ഇഫ് ഗോഡ് is against us, then who can be for us? ദൈവം നമ്മുടെ പ്രതിയോഗിയായി തീർന്നാൽ പിന്നെ ഈ ലോകത്തിൽ ആർക്കും നമ്മളെ സഹായിപ്പാൻ കഴിയത്തില്ല. ആ ഒരവസ്ഥ വരാതിരിക്കാൻ വേണ്ടി ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് നമ്മളോട് ബുദ്ധി ഉപദേശിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഒരു പക്ഷെങ്കിൽ നാം ചിന്തിക്കാം, ഇത് പഴയ നിയമത്തിൻ്റെ കാര്യമാണല്ലോ. പുതിയ നിയമത്തിൽ ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് ഗ്രേസ് ആൻഡ് മേഴ്സി ആൻഡ് ലവ്. അവിടെ ഇതിങ്ങനെ സംഭവിക്കുമോ? നമുക്ക് വായിക്കാം. യാക്കോബ് പറയുന്നത്, ജെയിംസ് ചാപ്റ്റർ 4:4. വ്യഭിചാരിണികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു.
അതുകൊണ്ട് whoever ആകയാൽ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു. ദൈവത്തിൻ്റെ ശത്രുവായി തീരും. നാം ലോകത്തെ സ്നേഹിച്ച് ദൈവത്തെക്കാൾ അധികം ദൈവത്തെ വിട്ട് ലോകത്തിൻ്റെ സ്നേഹത്തിൻ്റെ പുറകെ നാം പോയാൽ ദൈവവചനം പറയുന്നത് നാം ദൈവത്തിൻ്റെ ശത്രുവായി മാറും. നമ്മുടെ ഈ ആത്മീയ യാത്രയിൽ we are always on the move. We are walking, spiritual walk, spiritual journey. അത് രണ്ട് ദിശയിലാകാം. One, that we are moving closer towards God every day. രണ്ട്, we are moving farther away from God. ദൈവത്തിൽ നിന്ന് ദൈവത്തോട് ഒരു ദിവസം അടുക്കുന്ന ഒരു യാത്ര, അല്ലാതെ ദൈവത്തോട് അകന്നു പോകുന്ന അത് വേറെ ഒരു യാത്രയാണ്. ദൈവത്തോട് നാം കൂടുതൽ അടുത്ത് വന്നാൽ ദൈവത്തിൻ്റെ പ്രസാദം നമ്മുടെ മേൽ കൂടുതലായി വരും. ദൈവത്തിൻ്റെ തേജസ് നമ്മുടെ മേൽ അധികമായി വ്യാപരിക്കും. അതാണ് പൗലോസ് പറയുന്നത്, ഓരോ ദിവസം തേജസ്സിൻ്റെ മേൽ തേജസ് പ്രാപിച്ച് അവനോട് അനുരൂപമായി തീരുവാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്നാൽ നാം ദൈവത്തിൽ നിന്ന് അകന്നു പോയാൽ ഇപ്പോഴുള്ള തേജസ്സിൽ നിന്ന് തേജസ് കുറഞ്ഞ് അവസാനം ദൈവത്തിൻ്റെ തേജസ് ഇല്ലാതെ നാം ശൗലിനെ പോലെ വെറും ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി രാജാവായിരുന്നത് പോലെ പലപ്പോഴും നാം ദൈവമക്കൾ എന്ന് പേരുള്ളവരായിരിക്കുമെങ്കിലും ദൈവത്തിൽ നിന്ന് വളരെ അകന്ന് ദൈവത്തിൻ്റെ പ്രസാദമില്ലാത്തവരായി തീരും. പല വാക്യങ്ങൾ നമുക്ക് എടുത്ത് പറയുവാൻ ഉണ്ടെങ്കിലും ഇന്ന് അങ്ങോട്ട് പോകുവാൻ സമയമില്ല. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം ഓരോ ദിവസവും ദൈവത്തോടെ അടുത്തു വരണം. യെരമ്യാവ് 21 അധ്യായത്തിൽ നാം കാണുന്നുണ്ട്, യെരമ്യാ പ്രവാചകനിൽ കൂടെ സിദക്കിയാവിനോട് ദൈവാത്മാവ് സംസാരിക്കുമ്പോൾ ദൈവം രാജ്യത്തെ നശിപ്പിക്കുവാൻ പോകുന്നു എന്ന് പലപ്പോഴും ദൈവം രാജാവിനോട് പറഞ്ഞെങ്കിലും രാജാവോ അവരുടെ പ്രഭുക്കന്മാരാരും അത് ശ്രദ്ധിച്ചില്ല, അത് കേട്ടില്ല. അതിനു പകരം അവർക്ക് യെരമ്യാവിനോട് കൂടുതൽ അവരോട് വളരെ വിദ്വേഷമാണ് ഉണ്ടായത്. അവസാനം നാം കാണുന്നത് യെരമ്യാവിനെ പിടിച്ചവർ കാരാഗൃഹത്തിലാക്കുന്നത്. എന്നാൽ നാം ഒരു കാര്യം ഓർക്കണം, ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട് ഒന്നിൽ ദൈവവചനത്തിൽ കൂടെ, അല്ല ദൈവദാസന്മാരിൽ കൂടെ, അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ കൂടെ ദൈവം നമ്മളോട് സംസാരിക്കും. നമ്മളെ തന്നെ ക്രമീകരിക്കേണ്ട കാര്യങ്ങൾ ഓരോ ദിവസവും ക്രമീകരിച്ച് നാം നമ്മുടെ ആത്മീയ ജീവിതം മുൻപോട്ട് പോയാൽ ദൈവത്തിൻ്റെ പ്രസാദം നമ്മുടെ മേലുണ്ടാകും, ദൈവം നമ്മുടെ പക്ഷത്തായിരിക്കും. എന്നാൽ നാം പിന്നെയും മറുതലിച്ച് മുൻപോട്ട് പോയാൽ ദൈവം നമ്മളിൽ നിന്ന് അകന്നു പോകും. ആ ഒരു അവസ്ഥ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. പലപ്പോഴും ചിലർ പറയുന്നത് പഴയ നിയമത്തിൻ്റെ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് നാം ഇപ്പം പ്രസംഗിക്കുന്നത്. എന്നാൽ പഴയ നിയമമില്ലാതെ ഒരു പുതിയ നിയമം ഇല്ല. ദൈവവചനത്തിൽ പുതിയ നിയമത്തിൽ കാണുന്ന പലതും അതിൻ്റെ ഒരു നിഴലായിരുന്നു പഴയ നിയമത്തിൽ നാം കാണുന്നത്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നാം നമുക്ക് വേണ്ടിയുള്ള ഗുണപാഠങ്ങൾ അല്ലെ മുന്നറിയിപ്പുകൾ അതെല്ലാം ദൈവവചനത്തിൽ പഴയ നിയമത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് 1 കൊരിന്ത്യർ 10 മുൻപോട്ട് നാം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, ഇത് നമുക്കൊരു ദൃഷ്ടാന്തമായിട്ട് ഭവിച്ചു, അത് നമ്മുടെ ഗുണത്തിനു വേണ്ടി എഴുതിയിരിക്കുന്നു. ഇറ്റ് ഈസ് ഫോർ ആർ അഡ്മോണിഷൻ. അവിടെ ഇതും പറഞ്ഞിട്ടുണ്ട്, ഒരു വലിയ ജനം ഇറങ്ങിയെങ്കിലും മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല. ഇന്ന് നാം കേട്ടല്ലോ, നാം ജീവിക്കുന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി ആയിരിക്കട്ടെ. അങ്ങനെ ആണെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ഓരോ കാൽച്ചുവടുകളും ദൈവവചനപ്രകാരം ആയിരിക്കണം. ഇല്ല എങ്കിൽ അവരിൽ മിക്കപേരും പട്ടുപോയതുപോലെ നാമും ആത്മീയ ജീവിതത്തിൽ പട്ടുപോകാനുള്ള എല്ലാ സാധ്യതകളുണ്ട്. ഇന്നത്തെ ഒരു തലമുറയിൽ we are living in a world of deception. വളരെ ഡിസെപ്ഷനോടുകൂടെ
ഗോസ്പലിനെ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു തലമുറ. ആരാധന, സത്യാരാധന എന്നുള്ള പേരിൽ പലതും കാട്ടിക്കൂട്ടുന്ന ആരാധനകൾ. എന്നാൽ ഞാൻ അവസാനം നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ. ഇന്നത്തെ ആ വലിയ കോലാഹലങ്ങളും വലിയ കോൺസേർട്ടുകളും പ്രൈസ് ആൻഡ് വർഷിപ്പ് എന്ന് പറയുന്നത് പോലെ ഉള്ള കാര്യങ്ങൾ, അതിനോട് എതിർക്കുന്നവരല്ല. പാട്ടിനോട് വളരെ ആഗ്രഹവും ഇഷ്ടമുള്ള ഒരാളാണ്, മ്യൂസിക്കിനോടും. എന്നാൽ നാം കാണുന്നത് ഏറ്റവും വലിയ ഒരു കോൺസേർട്ട് ഓൾഡ് ടെസ്റ്റ്മെൻറ്റിലുണ്ടായത് ആ സീനായം പർവ്വതത്തിൻ്റെ താഴ്വരയിലായിരുന്നു. അവിടെ ഭയങ്കര നൃത്തവും സംഗീതവും പാട്ടും. അഹരോനാണെങ്കിൽ ഇതാ നമ്മുടെ ദൈവമെന്ന് പറഞ്ഞ കാളക്കുട്ടിയുടെ മുൻപാകെ അതിനെ പ്രതിഷ്ഠിച്ച് യാഗപീഠമുണ്ടാക്കി എല്ലാവരും അവിടെ ഭയങ്കര ആരാധന. നാം ഓർക്കണം, ആ സമയം പർവ്വതത്തിൻ്റെ മുകളിൽ 10 കൽപ്പനകൾ ദൈവത്തിൻ്റെ കരങ്ങൾ കൊണ്ട് തന്നെ, വിരൽ കൊണ്ട് തന്നെ എഴുതി ആ പലക കൊണ്ട് ആണ് മോശ ഇറങ്ങി വരുന്നത്. ബട്ട് അറ്റ് ദ സെയിം ടൈം വെൻ ദി ലോ വാസ് ബീങ് ഗിവൺ, അത് അവിടെ നടക്കുമ്പോൾ തന്നെ ഇവിടെ ആദ്യത്തെ 3 കൽപ്പനകൾ ലംഘിച്ചു കഴിഞ്ഞു. അവിടെ നാം കാണുന്നത് മോശ വളരെ കോപിച്ചു. ദൈവത്തിൻ്റെ ക്രോധം അവിടെ ഉണ്ടായി. ദൈവം പറയുന്നത്, ഞാനിവരെ ഇപ്പം നശിപ്പിക്കുവാൻ പോവുകയാണ്. അതുമാത്രമല്ല, മോശയ്ക്കൊരു ദൈവം വലിയൊരു ഓഫർ കൊടുത്തു. നിൻ്റെ പേരിൽ ഞാൻ ഇനി ഒരു രാജ്യം സ്ഥാപിക്കാമെന്ന്. ഇന്നത്തെ നേതാക്കന്മാരായിരുന്നെങ്കിൽ സ്തോത്രം പറഞ്ഞത് സ്വീകരിച്ചേനെ. എന്നാൽ നാം അവിടെ കാണുന്നത് യഥാർത്ഥമായ ഒരു ദൈവദാസൻ്റെ ഹൃദയം. മോശ അവിടെ താണു വീണ് കരഞ്ഞ്. നാം ഒരു പിതാവ് ഒരു വടി കൊണ്ട് കൊച്ചിൻ്റെ അടുത്ത് അടിക്കാൻ പോകുമ്പോൾ ആ ഒരു കൊച്ചു വന്ന് കാലെ കെട്ടിപ്പിടിച്ച് കെഞ്ചിച്ച് കരയുമ്പോൾ പിതാവിൻ്റെ ഹൃദയം മാറി ആ വടി മാറ്റി വയ്ക്കുന്നത് പോലെ മോശ ദൈവത്തിൻ്റെ ആ കോപത്തിൽ നിന്ന് ദൈവത്തെ തിരിക്കുവാനായിട്ട് മോശയെ സാധിച്ചു. വിലാപഗീതങ്ങൾ നാം വായിച്ചല്ലോ, അതിൻ്റെ മധ്യഭാഗത്തിൽ എഴുതിയിരിക്കുന്നത്, നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയാണ്, ദൈവത്തിൻ്റെ കൃപയാണ്. ഇന്ന് പകൽക്കാലം നമ്മളെ ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നാം ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. ഒരുപക്ഷെ നമുക്ക് വേണ്ടി മോശയെ പോലെ ആരെങ്കിലും എവിടെയെങ്കിലും അനുതപിച്ച് പ്രാർത്ഥിക്കുന്നത് കൊണ്ടായിരിക്കാം നാം ഇന്നും വീഴാതെ നിൽക്കുന്നത്. എന്നാൽ ഇന്ന് നമുക്ക് ആവശ്യമായിരിക്കുന്നത് ചില മോശന്മാരെ പോലെ ദൈവസന്നിധിയിൽ ജനത്തിനു വേണ്ടി, ദേശത്തിനു വേണ്ടി ഇടിവിൽ നിൽപ്പാൻ ഒരു കൂട്ടം ജനം ഇവിടെ എഴുന്നേൽക്കട്ടെ. Let us have an army of prayer warriors. ഒരു വലിയ സൈന്യം, പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം എഴുന്നേറ്റാൽ നമുക്ക് ഈ പട്ടണത്തെ മാത്രമല്ല ഈ രാജ്യത്തെ മാറ്റിമറിക്കുവാൻ സാധിക്കും. അതാണ് ക്രിസ്തീയ ചരിത്രങ്ങൾ, പല പഴയ ഉണർവുകൾ എടുത്ത് നമ്മൾ പഠിച്ചാൽ അതിൻ്റെ പിന്നിൽ പ്രാർത്ഥിക്കുന്ന ഒരു ചെറിയ കൂട്ടമുണ്ടായിരുന്നു. ഇന്ന് പകൽക്കാലം നിങ്ങളോട് എനിക്ക് ആഹ്വാനം ചെയ്യുവാനുള്ളത്, നമുക്കെല്ലാവർക്കും ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ഒരുപക്ഷെ നമ്മുടെ ജീവിത യാത്രയിൽ നാം ദൈവത്തോട് അകന്നു പോകുന്ന അവസ്ഥയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഇന്ന് പകൽക്കാലം ഒരു പൂർണ്ണ സമർപ്പണത്തോടുകൂടി പിന്നെയും നമ്മളെ തന്നെ സമർപ്പിക്കാം. ഈ 2026 അധികമായി ദൈവത്തോട് അടുക്കുവാനുള്ള സംഗതികളാകട്ടെ. നാം പാടിയതുപോലെ ആ മുള്ളുകൾ, ആ കണ്ണീരുകൾ, ആ കഷ്ടതകൾ ദൈവം പലപ്പോഴും നമുക്ക് നൽകുന്നത് അവൻ്റെ സ്നേഹത്തെ അധികമായി മനസ്സിലാക്കുവാനാണ്. അതിൽ മനസ്സിലാക്കി നാം ദൈവത്തോടടുത്താൽ ദൈവത്തിൻ്റെ പ്രസാദം നമ്മുടെ മേലുണ്ടാകും. നമുക്കെല്ലാവർക്കും എഴുന്നേൽക്കാൻ പറ്റുന്നവർക്കും ഇല്ലാത്തവർക്കും നമുക്ക് ഒരുമിച്ചൊരു പാട്ടിൻ്റെ അടികൾ പാടി പിന്നെ മുൻപോട്ടുള്ള ശുശ്രൂഷകൾക്ക് കടക്കാം. ദിവ്യ തേജസ്സിനായി വിളിക്കപ്പെട്ടവരെ, ദൈവഹിതം എന്തെന്നിപ്പോൾ തിരിച്ചറിയുക. ആ പാട്ട് നമുക്ക് എല്ലാവർക്കും ചേർന്ന് ശബ്ദങ്ങളെ ഉയർത്തി നമുക്ക് പാടി ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. ദിവ്യ തേജസ്സിനായി വിളിക്കപ്പെട്ടോരേ, ദൈവഹിതം എന്തെന്നിപ്പോൾ തിരിച്ചറിയുക. ദിവ്യ തേജസ്സിനായി വിളിക്കപ്പെട്ടോരേ,
ദൈവഹിതം എന്തെന്നിപ്പോൾ തിരിച്ചറിയുക. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ, സത്യക്രിസ്ത്യാനിത്വം നിന്നിൽ വെളിപ്പെടുത്തുവാൻ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ, സത്യക്രിസ്ത്യാനിത്വം നിന്നിൽ വെളിപ്പെടുത്തുവാൻ. വിശുദ്ധ മാർഗം ഒരിക്കലായി ഭരമേൽപ്പിച്ചതാ, വിശ്വാസത്തിനായി നീയും പോർ ചെയ്തിടണം. വിശ്വമാർഗം ഒരിക്കലായി ഭരമേൽപ്പിച്ചതാ, വിശ്വാസത്തിനായി നീ പോർ ചെയ്തിടണം. ദിവ്യ തേജസ്സിനായി വിളിക്കപ്പെട്ടോരേ, ദൈവഹിതം എന്തെന്നിപ്പോൾ തിരിച്ചറിയുക. ദിവ്യ തേജസ്സിനായി വിളിക്കപ്പെട്ടോരേ, ദൈവഹിതം എന്തെന്നിപ്പോൾ തിരിച്ചറിയുക. നീതിമാൻ പ്രയാസമോടു രക്ഷ നേടുകിൽ, അധർമ്മികൾക്കും പാപികൾക്കും ഗതി എന്തായിടും. നീതിമാൻ പ്രയാസമോടു രക്ഷ നേടുകിൽ, അധർമ്മികൾക്കും പാപികൾക്കും ഗതി എന്തായിടും. ഇത്ര വലിയ രക്ഷയെ അഗണ്യമാക്കിയാൽ ദൈവന്യായ വിധിയിൽ നിന്നും തെറ്റിയൊഴിയുമോ. ഇത്ര വലിയ രക്ഷയെ അഗണ്യമാക്കിയാൽ ദൈവന്യായ വിധിയിൽ നിന്നും തെറ്റിയൊഴിയുമോ. ദിവ്യ തേജസ്സിനായി വിളിക്കപ്പെട്ടോരേ, ദൈവഹിതം എന്തെന്നിപ്പോൾ തിരിച്ചറിയുക. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ തുടർന്നും കേൾക്കുവാൻ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവുമായിട്ടുള്ള ദൃഢമായ ബന്ധത്തിൽ വളരുവാൻ അത് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.